നമ്മുടെ കേരളത്തിൽ നൂറ്റാണ്ടുകളായി ആളുകളെ ഇന്നും ചിന്തിപ്പിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ഒരു ചോദ്യമാണ്. നാറാണത്ത് ഭ്രാന്തൻ ശരിക്കും ഭ്രാന്തനായിരുന്നു? അതോ ലോകം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മഹാജ്ഞാനിയായിരുന്നു? അദ്ദേഹത്തെക്കുറിച്ച് പല കഥകളും ഇന്നും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പറയപ്പെടുന്നുണ്ട്. ചിലർ അദ്ദേഹത്തെ ഒരു സിദ്ധപുരുഷനായി വിശ്വസിക്കുന്നു, ചിലർ ഒരു യോഗിയായി, മറ്റു ചിലർ ഭ്രാന്തനായ മനുഷ്യനായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം കേട്ടാൽ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇന്നും ഓർമ്മിക്കപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നാറാണത്ത് ഭ്രാന്തൻ്റെ ഏറ്റവും പ്രശസ്തമായ കഥയിലേക്ക് പോകാം. കാലങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന നാറാണത്ത് ഭ്രാന്തൻ മറ്റുള്ളവരെ പോലെ സാധാരണ ജീവിതം നയിച്ചിരുന്ന ആളായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും ആളുകൾക്ക് വിചിത്രമായി തോന്നുമായിരുന്നു. ആരും ചെയ്യാത്ത കാര്യങ്ങളായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലെ പലരും അദ്ദേഹത്തെ കണ്ടാൽ ചിരിക്കുമായിരുന്നു. ചിലർ കളിയാക്കും, ചിലർ വഴിമാറി നടക്കും, ചിലർ കുട്ടികളോട് പോലും പറയും, അവിടെ നിൽക്കണ്ട, ഭ്രാന്തൻ വരുന്നു എന്ന്. പക്ഷേ നാറാണത്ത് ഭ്രാന്തൻ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അദ്ദേഹം എന്നും പുഞ്ചിരിയോടെ തൻ്റെ വഴിയിലൂടെ നടക്കുമായിരുന്നു. അദ്ദേഹത്തിന് ലോകത്തെ കാണുന്ന രീതിയും ജീവിതത്തെ മനസ്സിലാക്കുന്ന രീതിയും മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം ഗ്രാമത്തിനടുത്തുള്ള ഒരു മലയുടെ അടിവാരത്തിലെത്തും. അവിടെ കിടക്കുന്ന ഒരു വലിയ പാറ തിരഞ്ഞെടുക്കും. അത്രയും വലിയ പാറ കണ്ടാൽ തന്നെ ആളുകൾക്ക് അത് ഉയർത്താൻ പോലും പേടിയാകും. എന്നാൽ നാറാണത്ത് ഭ്രാന്തൻ ആ പാറ പതുക്കെ മലമുകളിലേക്ക് ഉരുട്ടാൻ തുടങ്ങും. വിയർപ്പൊഴുകും, കൈകൾ വിറയ്ക്കും, ശരീരം ക്ഷീണിക്കും. എന്നിട്ടും അദ്ദേഹം നിർത്തില്ല. മണിക്കൂറുകൾ കഷ്ടപ്പെട്ട് ഒടുവിൽ മലമുകളിലെത്തും. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഗ്രാമവാസികൾ വിചാരിക്കും, ഇനി ഇത്രയും കഷ്ടപ്പെട്ട് മലമുകളിലെത്തിച്ച പാറ അവിടെ വെക്കുമല്ലോ. പക്ഷേ അടുത്ത നിമിഷം സംഭവിക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. നാറാണത്ത് ഭ്രാന്തൻ ആ വലിയ പാറ 2 കൈകൊണ്ടും ശക്തിയായി താഴേക്ക് തള്ളിവിടും. പാറ മലയുടെ താഴേക്ക് ഉരുണ്ടിറങ്ങും. പൊടിപടലങ്ങൾ ഉയരും, വലിയ ശബ്ദം കേൾക്കും. എന്നാൽ അതെല്ലാം നോക്കി നാറാണത്ത് ഭ്രാന്തൻ പൊട്ടിച്ചിരിക്കും. അതെ, ഉറക്കെ ചിരിക്കും. ഇത് കണ്ട ആളുകൾക്ക് ഉറപ്പായി ഇയാൾക്ക് ശരിക്കും ഭ്രാന്താണ്. ഇങ്ങനെ ഒരു ദിവസമല്ല, എല്ലാ ദിവസവും അദ്ദേഹം ഇത് തന്നെ ആവർത്തിച്ചു. ഒരു ദിവസം അത് കണ്ടു നിന്ന ഒരാൾക്ക് ആകാംക്ഷ സഹിക്കാൻ കഴിഞ്ഞില്ല. അയാൾ അടുത്ത് ചെന്ന് ചോദിച്ചു, സ്വാമി, ഇത്രയും കഷ്ടപ്പെട്ട് മലമുകളിലെത്തിച്ച പാറ എന്തിനാണ് വീണ്ടും താഴേക്കിടുന്നത്? അതിൽ നിന്ന് എന്ത് പ്രയോജനമാണുള്ളത്? നാറാണത്ത് ഭ്രാന്തൻ അയാളെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. കുറച്ചു നിമിഷം മൗനമായി നിന്ന ശേഷം പറഞ്ഞു, ഈ പാറയെ കണ്ടോ? ഇത് നമ്മുടെ ജീവിതം പോലെയാണ്. നമ്മൾ ജനിക്കുന്നു, വളരുന്നു, പഠിക്കുന്നു, ജോലി ചെയ്യുന്നു, പണം സമ്പാദിക്കുന്നു, വീടുണ്ടാക്കുന്നു, പ്രശസ്തി നേടുന്നു, ഉയരങ്ങളിലെത്താൻ ഒരുപാട് കഷ്ടപ്പെടുന്നു. പക്ഷേ ഒരു ദിവസം ഇതെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. അപ്പോൾ ഈ പാറ താഴേക്ക് ഉരുണ്ടുപോകുന്നത് പോലെ നമ്മുടെ സമ്പത്തും പദവിയും പ്രശസ്തിയും ഒരു നിമിഷം കൊണ്ടില്ലാതാകും. ആ മനുഷ്യൻ ഒന്നും പറയാതെ തന്നെ അവിടെ നിന്നു. നാറാണത്ത് ഭ്രാന്തൻ വീണ്ടും പറഞ്ഞു, അതുകൊണ്ട് ഉയരങ്ങളിലെത്തിയതിൻ്റെ പേരിൽ അഹങ്കരിക്കരുത്. താഴെ വീണതിൻ്റെ പേരിൽ നിരാശപ്പെടുകയും ചെയ്യരുത്. വീണ്ടും ശ്രമിക്കാനുള്ള മനസ്സാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി. അത് പറഞ്ഞ് അദ്ദേഹം വീണ്ടും മലയുടെ അടിവാരത്തിലേക്ക് നടന്നു. അവിടെ കിടന്നിരുന്ന അതേ പാറ വീണ്ടും മലമുകളിലേക്ക് ഉരുട്ടാൻ തുടങ്ങി. കാരണം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പാറയെ മുകളിലെത്തിക്കുക എന്നത് മാത്രമായിരുന്നില്ല. ജീവിതത്തിൻ്റെ അർത്ഥം മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നതായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും നാറാണത്ത് ഭ്രാന്തൻ്റെ കഥ ആളുകൾ ഓർക്കുന്നത്. ലോകം അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് വിളിച്ചു. പക്ഷേ ഇന്ന് നാം ആലോചിച്ചാൽ മനസ്സിലാകും, ശരിക്കും ഭ്രാന്തൻ ആരായിരുന്നു? ജീവിതത്തിൻ്റെ സത്യം മനസ്സിലാക്കിയ നാറാണത്ത് ഭ്രാന്തനോ, അതോ പുറം കാഴ്ച മാത്രം കണ്ട് അദ്ദേഹത്തെ പരിഹസിച്ച മനുഷ്യരോ? ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. ഇത്തരത്തിലുള്ള കേരളത്തിൻ്റെ ഐതിഹ്യങ്ങളും ചരിത്ര കഥകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു കൗതുകകരമായ കഥയുമായി വീണ്ടും കാണാം.